ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു ഫുഡ് റെസിപ്പി ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ന് നമ്മളെന്താണ് കൊറോണയെ പേടിച്ച്, അതായത് COVID-19 പേടിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ നേരിടാം എന്ന് ഓരോരുത്തരും ആലോചിക്കുന്നുണ്ടാവും. നമുക്കിത് വരാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭക്ഷണത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചേരുവകൾ ഉൾപ്പെടുത്തണം. ഇനി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വളരെ ലളിതമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അതാണ് മഞ്ഞൾ മിൽക്ക്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പാല്, മഞ്ഞൾ, കുരുമുളക് എന്നിവയാണ്. ആയുർവേദത്തിൽ ഇതൊരു ആൻറ്റിബയോട്ടിക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് ഞാൻ 4 ഗ്ലാസ് പാലെടുത്തിട്ടാണ് ഇന്നിത് ഉണ്ടാക്കുന്നത്. 4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ച മഞ്ഞൾ ചെറുതായി അരിഞ്ഞ് അത് നന്നായി ചതച്ചിട്ടാണ് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പാല് തിളക്കാൻ വെക്കുക. പച്ചമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കുക. പാല് ചെറുതായി തിളച്ച് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് എന്ത് ചെയ്യുക, മഞ്ഞൾ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിക്കുക. 2-3 മിനിറ്റ് വരെ ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റ് ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുരുമുളക് പൊടി 1 ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 തവണ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ആറ്റിയെടുക്കുക. ഇനി കുട്ടികൾക്കൊക്കെ എരിവ് കൂടണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് കുറച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായി അരിച്ചിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് കുടിക്കാം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി ഇത് കുടിക്കാൻ പറ്റും നല്ലൊരു ഡ്രിങ്കാണ്. ഇത് ടേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ പാലിൻ്റെ മഞ്ഞളുടെ ഒരു കുത്തുന്ന ടേസ്റ്റൊന്നും വരില്ല. കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ട് തന്നെ നല്ല വേറൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. കുട്ടികൾക്കും തന്നെ കുടിക്കാൻ പറ്റും. ഇത് ഇനി അവർക്ക് വേണമെങ്കിൽ കുറച്ച് മധുരത്തിന് നമുക്ക് പഞ്ചസാര അല്ലെങ്കിൽ തേനാണ് ഏറ്റവും നല്ലത്. അതൊരു ഔഷധം തന്നെയാണല്ലോ. അപ്പോൾ തേൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുക. നമ്മൾ മധുരം ഇടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുടിക്കുക. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ആ ബെല്ലൈക്കണും കൂടി, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കിയാൽ ഞാനിടുന്ന ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് മഞ്ഞൾ മിൽക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.